Batteries. A battery is a device consisting of one or more electrochemical cells with external connections for powering electrical devices such as flashlight, mobile phones, and electric cars. When a battery is supplying electric power, its positive terminal is the cathode and its negative terminal is the anode. ബാറ്ററി എല്ലാം കണ്ടിരിക്കും. അപ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ ഇലക്ട്രോ കെമിക്കൽ സെൽസ് അടങ്ങിയിട്ടുള്ള വിത്ത് എക്സ്റ്റേണൽ കണക്ഷനോട് കൂടി ഒന്നോ അതിലധികമോ ഇലക്ട്രോ കെമിക്കൽ സെൽസ് അടങ്ങിയിട്ടുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് ബാറ്ററി എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ ഡിവൈസിന് വേണ്ടി പവറിങ് കൊടുക്കുന്നതിന് വേണ്ടി, പവർ സിസ്റ്റത്തിന് വേണ്ടി, പവർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നത്. അങ്ങനെ പവർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒന്നോ അതിലധികമോ ഇലക്ട്രോ കെമിക്കൽ സെൽസ് അടങ്ങിയിട്ടുള്ള സിസ്റ്റത്തെ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. When a battery is supplying electric power, its positive terminal is the cathode and its negative terminal is the anode. അപ്പോൾ ഇലക്ട്രിക് പവർ സപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ടെർമിനൽ കാഥോഡും നെഗറ്റീവ് ടെർമിനലിനെ ആനോഡ് എന്നും പറയുന്നു. ബാറ്ററി കൺവേർട്ട് കെമിക്കൽ എനർജി ഡയറക്ട്ലി ടു ഇലക്ട്രിക്കൽ എനർജി. ബാറ്ററി എന്ന് പറയുന്നത് കെമിക്കൽ എനർജി, ബാറ്ററിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയാണ് നമ്മൾ കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. ആ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ബാറ്ററി ചെയ്യുന്നത്. ഇനി ഇലക്ട്രോകെമിക്കൽ സെൽ എന്താണെന്ന് നോക്കാം. An electrochemical cell is a device that can generate electrical energy from the chemical reactions occurring in it. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന മൂലം ഉണ്ടാകുന്ന എനർജിയെ എന്താക്കി എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്ന യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കൽ റിയാക്ഷൻസും തിരിച്ചും നടത്താം. Use the electrical energy supplied to it to facilitate chemical reactions. ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കൽ റിയാക്ഷൻസ് നടത്താം. These devices are capable of converting chemical energy into electrical energy or vice versa. ഈ ഡിവൈസ് എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കും, ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽസിൻ്റെ ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, വോൾട്ട്മീറ്റർ ഉണ്ട്, രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. സിങ്ക് സൾഫേറ്റും ഉണ്ട്, കോപ്പർ സൾഫേറ്റും ഉണ്ട്. സിങ്ക് സൾഫേറ്റ് SN ZnSO4 കോപ്പർ സൾഫേറ്റ് CuSO4. ഈ രണ്ട് സമയത്തും തമ്മിലുള്ള റിയാക്ഷൻസ് മൂലം അവിടെ എന്തുണ്ടാകുന്നു? ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നു. ആ ഇലക്ട്രിക്കൽ എനർജിയെ ഡിറ്റക്റ്റ് ചെയ്യാൻ വോൾട്ട്മീറ്റർ കാണിച്ചിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സെൽസ്. ഇനി ഇലക്ട്രോകെമിക്കൽ സെൽസിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ട് നോക്കാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ്. മെയിനായിട്ടും പ്രൈമറി സെൽസ് എന്നും സെക്കൻഡറി സെൽസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി സെൽസ് ആർ ബേസിക്കലി യൂസ് ആൻഡ് ത്രോ ഗാൽവനിക് സെൽസ്. പ്രൈമറി സെൽസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പിന്നെ രണ്ടാമത് അത് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അതെന്ത് ചെയ്യുന്നു? നമ്മൾ കളയുന്നു. അത്തരം ഗാൽവനിക് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. The electrochemical reaction that take place in these cells are irreversible in nature. ഇതെന്താ? ഇറിവേഴ്സിബിൾ അല്ല. നമുക്ക് ഒരു പ്രാവശ്യം ഇലക്ട്രിക്കൽ എനർജി ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ കഴിയില്ല. Hence the reactants are consumed for the generation of electrical energy and the cells stop producing an electric current once its reactants are completely depleted. ആ ബാറ്ററിയിലുള്ള കെമിക്കൽ എനർജി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യില്ല? ഇലക്ട്രിക് എനർജി എടുക്കാൻ കഴിയില്ല. അത്തരം സെല്ലുകളെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. സെക്കൻഡറി സെൽസ് ആൾസോ നൗൺ ആസ് റീചാർജബിൾ ബാറ്ററീസ്. ആ പേരിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? റീചാർജബിൾ, വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. അത്തരം സെല്ലുകളാണ് സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. ആർ ഇലക്ട്രോകെമിക്കൽ സെൽ ഇൻ വിച്ച് ദി സെൽ ഹാസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ദി സെൽ ക്യാൻ ഫങ്ഷൻ ആസ് ഗാൽവനിക് സെൽ ആസ് വെൽ ആസ് ഇലക്ട്രോലൈറ്റിക് സെൽ. അപ്പോൾ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സെല്ലുകളെയാണ് സെക്കൻഡറി സെല്ലുകൾ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. പ്രൈമറി സെൽസിനുള്ള എക്സാമ്പിളാണ് സിമ്പിൾ വോൾട്ടായിക് സെല്ല്, ഡാനിയൽ സെല്ല്, ലെക്ലാഞ്ചെ സെല്ല്, ഡ്രൈ സെല്ല്. സെക്കൻഡറി സെല്ലിനുള്ള എക്സാമ്പിളാണ് ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ അയൺ ആൽക്കലൈൻ സെല്ല്.